ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാച്ചിയ എണ്ണയാണ്. അതിനായുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ. കറ്റാർ വാഴ, നെല്ലിക്ക, ചെമ്പരത്തി ഇല, ചെമ്പരത്തിപ്പൂവ്, കറിവേപ്പില, പാല്, ഉലുവ, നീലാമരിപ്പൊടി, ഉള്ളി, അതുപോലെ തന്നെ ഇച്ചിരി കുരുമുളക്, പിന്നെ തുളസിയും. കറ്റാർ വാഴ ജെല്ല് എടുക്കുകയാണ്. ഇത്രയും ഐറ്റംസ് അല്ലാതെ ഞാൻ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉഴുന്ന്, ചെത്തിപ്പൂ, കയ്യുണ്ണി. അതും ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ഈ ടൈമിൽ ഇതൊന്നും കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് ഇതിൽ ആഡാക്കാതിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾക്കത് സ്യൂട്ടബിൾ ആണെങ്കിൽ നിങ്ങളതും ആഡ് ചെയ്ത് പരീക്ഷിച്ച് നോക്കൂ. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് കൊച്ചുള്ളി, ചെറിയ ഉള്ളി, ചുവന്നുള്ളി എന്നൊക്കെ പറയുന്ന ഉള്ളിയാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചുവന്നുള്ളി, നെല്ലിക്ക, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തി ഇല, കറിവേപ്പില, തുളസി, ഇച്ചിരി പാല് എല്ലാം ചേർത്തൊന്ന് മിക്സിയിലിട്ട് അടിക്കണം. കറ്റാർ വാഴ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ജെല്ല് മാറ്റി വെച്ചിട്ടുണ്ട്. ഉലുവയും ഇച്ചിരി കുരുമുളക് ഇടുന്നത് നല്ലതാണ്. കുരുമുളക് നമ്മളുടെ തലനീരിറക്കത്തിനൊക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല നമ്മൾ ജാറിലേക്ക് ഇടയാണ്. മിക്സിയിലിട്ട് 2-3 കറക്കം കറക്കിയിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ എണ്ണ കാച്ചുന്നത്. ഇതുപോലെ തന്നെ ഒരു വട്ടം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്രഗ്നൻസി ടൈമിലാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഞാനിപ്പോൾ എണ്ണ കാച്ചി ഇപ്പം കണ്ടിന്യൂസ് ആയി തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അരച്ച് നല്ല പേസ്റ്റ് പരിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഒരു ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി നമുക്ക് ചൂടാക്കിയെടുക്കാം. ചൂടായി വരട്ടെ. ഇത് 2 രീതിക്ക് ചെയ്യാം. നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കിയിട്ട് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരുന്ന ഈ മിക്സ് എടുത്ത് അതിലേക്ക് തട്ടി കുറച്ച് നേരം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക, അതായത് വഴറ്റിയെടുക്കുക. ശേഷം ഈ കാണുന്ന ഉലുവയും കുരുമുളകും ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിടാം. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഉലുവയും അതുപോലെ തന്നെ കുരുമുളകാണ് ഫസ്റ്റ് ഇടുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് നമ്മളുടെ ആ മിക്സാണ് ഞാൻ ഇത്തിരീശെ ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഞാൻ ഇത്തിരീശെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മൾ ചീപ്പോണ്ട് ഇങ്ങനെ ജെല്ലാക്കി വെച്ച കറ്റാർ വാഴ ജെല്ല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് നീലാമരിപ്പൊടി ഇട്ട് കൊടുക്കുക. നീലാമരിപ്പൊടി ഇട്ടാൽ തന്നെ കളറ് മാറും. വേണ്ട, കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ കുറുകി വരുന്ന രീതിക്ക് എടുക്കുക. ശേഷം അതൊരു ബോട്ടിലാക്കുക. അതും ചില്ലിൻ്റെ ബോട്ടിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.